ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നാടൻ ഉണക്കമീൻ പെരട്ടാണ് കേട്ടോ. അത് നങ്കിമീൻ പെരട്ടാണ്. എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ്. നാടൻ കറിയാണ്. നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. കിടിലനാണ്. നമുക്ക് ദോശൻ്റെ കൂടിയും അതുപോലെ തന്നെ ചൂട് ചോറിലൊക്കെ ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ ചോറുണ്ണ വഴി അറിയില്ല കേട്ടോ. അത്രയും ടേസ്റ്റിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അറിയണ്ടേ കൂട്ടുകാരെ? അതിനായിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നങ്കിമീൻ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം നമുക്ക്. അപ്പോൾ നങ്കിമീൻ പെരട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഉണക്കമീൻ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്ക നങ്കിയാണ്. കുറച്ച് നങ്കി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഇതൊരു സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതിയാവും. ഒരു 4 നങ്കിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരാം. പെരട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മളെടുത്ത നങ്കിമീനൊക്കെ നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഉണക്ക നങ്കി പെരട്ടിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ഇത്രയും ഐറ്റംസ് നമുക്ക് വേണം. തക്കാളിയാണ്. ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പഴുത്ത തക്കാളിയാണ്. അതേപോലെ തന്നെ സവോള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് 1 പിടി തേങ്ങയാണ് കേട്ടോ. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 4 ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് മതി. ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുളിയാണ് കേട്ടോ. വാളംപുളിയാണ് ചേർത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ വാളംപുളി ചേർത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നുകൂടെ നമുക്കൊന്നിതിനെ അടിച്ചെടുത്തിട്ട് വരാം. വാളംപുളിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നന്നായി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് കടക്കാം. നമ്മൾ പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ ഒരു അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇടാൻ പറ്റുള്ളൂ. കാരണം നങ്കിമീനിൽ തന്നെ ഉപ്പ് ഉണ്ടാവും. ഉണക്കമീനല്ലേ, അപ്പോൾ ഉപ്പ് നല്ലോണം ഉണ്ടാവും. അത് നോക്കിയിട്ട് ഇടാൻ പറ്റുള്ളൂ. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ വേറെ എരിവിനൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കട്ടെ. എല്ലായിടത്തും നന്നായി തിളച്ച് വരുമ്പോഴാണ് നമുക്കിനി മീൻ ഇട്ട് കൊടുക്കേണ്ടത്. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിൽ ഉപ്പും മുളകും ഒക്കെ പാകത്തിനാണോ എന്നുള്ളതൊന്ന് നോക്കുക. പോരാത്തൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നന്നായിട്ട് തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച മീനിടണം. അതിന് മുൻപ് നമുക്കിതിൽ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. ഇതിലോട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒരൊറ്റ ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
നങ്കിമീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നങ്കിമീൻ പെരട്ടാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലോട്ട് ഈ മീനിന് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ആവട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഉണക്ക നങ്കി പെരട്ട് ഇതവിടെ നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. നമ്മൾ ചൂട് ചോറിൻ്റെ കൂടിയും അതുപോലെ തന്നെ ദോശൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. എന്താ നങ്കിമീനാണ് കേട്ടോ. ആ ഒരു ഗ്രേവിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉണ്ടാക്കി കഴിച്ചാൽ തന്നെ അറിയുള്ളൂ കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നാടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിടിലനാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്കൊരു കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.